അപ്പോൾ രാവിലെ 5 മണിയാണ് എണീറ്റ് കൊച്ചിനെ പിന്നെ 5:30 ആകുമ്പോൾ എണീപ്പിക്കണം. അപ്പോൾ ഞാൻ കൊച്ച് ഇഡലി ഉണ്ടാക്കിയിട്ട് മസാല ഇഡലി ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നലെ രാത്രിയിലേ ഞാൻ ഇഡലി പാത്രമൊക്കെ കഴുകി ഗ്യാസിൻ്റെ മുകളിൽ ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചത്. അപ്പോൾ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലേ. അപ്പോൾ അത് അടപ്പത്ത് വെച്ചിട്ട് കുഞ്ഞിന് ഞാൻ കാപ്പി ഉണ്ടാക്കിയിട്ട് അവനെ പോയി ഒരു 5:30 എണ്ണിപ്പിച്ചു. അപ്പോൾ ഇഡലിയൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് ഒന്ന് തണുക്കാനായിട്ട് വെച്ചിട്ട് എല്ലാം ഇളക്കി എടുത്തിട്ട് അപ്പോഴത്തേക്കിന് ചായക്ക് വെള്ളം വെച്ചായിരുന്നു. അപ്പോൾ പാലോട് ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ രാവിലെ അങ്ങ് തുണിയും കൂടെ കഴുകാനായിട്ട് അങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മസാല ഇഡലിക്ക് വേണ്ടി പാൻ വെച്ച് ഇച്ചിരി ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചതിന് ശേഷം തീ അങ്ങ് ഓഫാക്കിയതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പുകൂടി ഇട്ടിട്ട് അതിലേക്ക് ഇഡലി ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് കുടഞ്ഞെടുത്തതിന് ശേഷം പിന്നെ സ്പൂണും കൊണ്ട് ഒട്ടിയിരിക്കുന്നതൊക്കെ ഒന്ന് വിടുവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാല ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായ റെഡിയായി, ചായയും കൂടെ ഒന്ന് എടുക്കട്ടെ. ഞാനും ചായ കുടിക്കാനായിട്ട് എടുത്ത് അവിടെ വെച്ചിട്ട് പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. വെണ്ടയ്ക്കയും അതിൻ്റെ അകത്ത് ഒരു ടൊമാറ്റോയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 2-3 സവാളയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് കടായി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഓയിൽ ഒഴിച്ചിട്ട് ഈ വെണ്ടയ്ക്ക ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് അതവിടെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഇന്നലത്തെ ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇച്ചിരി മീൻചാറ് എടുത്താണ് ദോശ ഇങ്ങനെ മുക്കി കഴിച്ചത്. ചമ്മന്തി ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ ഇച്ചിരി മീൻചാറാണ് എടുത്തത്. അതിനുശേഷം പിന്നെ അരി അടപ്പത്തിടാനുണ്ടായിരുന്നു. ഞാനിച്ചിരി ചുമന്നരി എനിക്ക് വേണ്ടിയിട്ട് ഞാനിച്ചിരി കുക്കറി എടുക്കുന്നുണ്ട്. ഇവിടെ പിള്ളേർക്ക് അതൊന്നും ഇഷ്ടമല്ല, അവർക്ക് മറ്റേ അല്ലാതെ നോർമലായിട്ട് വെള്ളേരി അടപ്പത്തിട്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കക്കുരു ഉണ്ടായിരുന്നു, അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാനത് കുക്കറിലിട്ട് ഒരു തോരൻ വയ്ക്കാൻ ആദ്യം ഞാൻ കുക്കറിലിട്ട് ഒരു വിസിലടിച്ചെടുക്കുന്നുണ്ട്. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് സ്വല്പം വെള്ളം അതൊന്ന് നന്നായി കഴുകിയെടുത്തിട്ട് കുക്കറിലിട്ട് ഇന്ന് ഒരു വിസിലടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ കടായി വെച്ച് അതിലിച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി കടുകും കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതുകൂടെ ചേർത്തിട്ട് കുറച്ച് സവാളയും തേങ്ങയും എല്ലാം കൂടി ഇട്ടൊന്ന് വഴട്ടിയെടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഈ കുക്കറിൽ വേവിച്ച ചക്കക്കുരു കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ചെറിയ തീയിൽ അത് കുറച്ച് നേരം അവിടെ കിടക്കട്ടെ. ഇനിയും ചക്കക്കുരു വെന്തതാ, ഇനി ആ അരപ്പൊക്കെ ഒന്ന് അതിലൊന്ന് പിടിച്ചാൽ മതിയേ. പിന്നെ കാബേജ് തോരൻ വെക്കുന്നുണ്ട്. കാബേജൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ ചീനച്ചട്ടി വെച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം ഇച്ചിരി സവാളയും ഇച്ചിരി ഒരു ചെറിയൊരു ഇഞ്ചിയും കൂടെ കൊത്തി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് സവാള ഇട്ട് വഴറ്റി തേങ്ങ ഇട്ടതിന് ശേഷം കാബേജ് ഇട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം അതിനകത്ത് വെള്ളം വലിഞ്ഞതിന് ശേഷം ഞാൻ ഉപ്പിട്ടത്. ഇനി അത് അടച്ചിട്ട് അവിടെ കിടന്ന് വേവട്ടെ. അപ്പം നമ്മുടെ ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയായിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.